കൊല്ലം ചിതറയിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വീടിടിച്ചു പൊളിച്ചതിൽ കേസെടുത്ത് പോലീസ്. വസ്തു ഉടമയുടെ സഹോദരന്മാരായ അൻവറിനും ദിൽബറിനുമെതിരെയാണ് കേസെടുത്തത്. ഇരുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. വീട് പൊളിക്കാൻ ഉപയോഗിച്ച JCBയും പിടികൂടി. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, കുടുംബ പ്രശ്നമാണോ? അതായത് മാധു, കഴിഞ്ഞ ദിവസമാണ് 8 വർഷമായി അബ്ദുൾ വഹാബും ഭാര്യ സുഹറയും താമസിച്ച വാടക വീട് ഈ ഉടമകൾ ഇടിച്ച് നിരത്തിയത്. ഈ ഉടമകളും ഈ വാടകക്കാരും തമ്മിൽ ഏറെ നാളായി പ്രശ്നമുണ്ടായിരുന്നു. ഈ കേസ് കോടതി വരെ കയറുകയും മുനിസിപ്പൽ കോടതി ഈ സംബന്ധിച്ച നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവ് ഇടുകയും ചെയ്തു. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ ഉടമകൾ പെട്ടെന്ന് പൊടുന്നനെ ഈ വീട് ഇടിച്ചു നിർത്തുന്ന സാഹചര്യം ഉണ്ടായത്. മണ്ണുമാന്തി ഉപയോഗിച്ചാണ് ഈ വീട് ഇടിച്ചു നിർത്തിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ എന്തായാലും ചിതറ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വസ്തുവിന്റെ ഉടമകളായ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളായ അൻവറിനെതിരെയും ദിൽബറിനെതിരെയുമാണ് കേസ്. ഇരുവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് വിട്ടയക്കുകയും ചെയ്തു. എന്തായാലും ഈ കൃത്യം നടത്താൻ ഉപയോഗിച്ച അല്ലെങ്കിൽ വീട് ഇടിച്ചു നിർത്താൻ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രം പോലീസ് ഇതിനോടകം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ JCB ഡ്രൈവറെ ഈ പോലീസ് നേരത്തെ എടുത്ത എഫ്ഐആറിൽ പ്രതി ചേർത്തിരുന്നു. ഡ്രൈവറുടെ പേര് പരാമർശിച്ചിരുന്നില്ല. ഈ വാഹനത്തിന്റെ ഡ്രൈവർ എന്ന് മാത്രമാണ് പരാമർശിച്ചിരുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നിയമ നടപടികളും കൂടി തുടങ്ങിയിരിക്കുന്നു. ഏറെ നാളായി ഈ സ്ഥല ഉടമയും ഒപ്പം തന്നെ വാടകക്കാരും തമ്മിൽ ചില വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വാടകക്കാർ ഈ കെട്ടിടം ഒഴിയാതെ വന്നതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം ഈ ഉടമകൾ ഈ കെട്ടിടം പൂർണ്ണമായും ഇടിച്ചു നിരത്തുന്ന സാഹചര്യമുള്ളത്. കെട്ടിടം ഇടിച്ചു നിരത്തിയോടുകൂടി അവിടുത്തെ താമസക്കാർ മറ്റിടങ്ങളിലേക്ക് ഈ റോഡ് സൈഡിലുള്ള കടകളിലൊക്കെ തന്നെ ആശ്രയം സ്ഥാപിക്കേണ്ട ഒരു ദയനീയമായ ഒരു അവസ്ഥ കൂടി അവിടെ ഉണ്ട്. എന്തായാലും സംഭവത്തിൽ പോലീസ് അതിൻ്റെതായ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ കൊട്ടാരക്കര മുനിസിപ്പൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഈ നടപടികൾക്ക് സ്റ്റേ, ഇവരെ ഇറക്കി വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സ്റ്റേ അനുവദിച്ചൊരു ഘട്ടമായിരുന്നു. ആ ഇടയിലാണ് ഇപ്പോഴെന്തായാലും ഉടമകൾ കഴിഞ്ഞ ദിവസം കെട്ടിടം ഏകപക്ഷീയമായി ഇടിച്ചു നിരത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിലാണ് ഇപ്പോഴെന്തായാലും പോലീസ് കേസെടുത്ത് നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ശരി, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.